ഞാനിവിടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല പ്രേതമോ പിശാചോ ആണെന്ന്. ഞാൻ ഇവിടുത്തെ അറ്റൻഡറാ. പിന്നെ ഇത് വെച്ചേക്കണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല പ്രേതമോ പിശാചോ കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ആളാന്ന് കരുതി എന്നെ ഉപദ്രവിക്കത്തുമില്ല, പേടിപ്പിക്കത്തുമില്ല. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? ഗുഡ്. എന്തായാലും കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയേക്കാം. ചേട്ടോ, അയ്യോ പ്രേതം വന്നോ? ചേട്ടോ, ഒന്ന് പോ ചേട്ടാ. പോമ്പൂടി കൊച്ചു വെറുതെ ചിരിപ്പിച്ച ആളെ കൊല്ലാതിരിക്കാൻ എല്ലാം ഇറ്റ. അപ്പൊ പ്രേതമല്ലായിരുന്നല്ലേ? ഞാൻ ഇവിടുത്തെ അറ്റൻഡറാണ്, പ്രേതമൊന്നും അല്ല. അറ്റൻഡർ ആയിരുന്നു. പേടിപ്പിക്കാൻ ഒരേ കാരണങ്ങളെ. നീ എന്തിനാ വന്നത്? ചേട്ടാ, എനിക്കൊരു ബോഡി വേണം. ഇന്നർ പിന്നെയും പോരെ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അതല്ല, ഞാനേ എന്റെ അച്ഛന്റെ ബോഡി അന്വേഷിച്ചു വന്നതാ. എടാ, അങ്ങനെ ഇങ്ങനെയൊന്നും ബോഡി തരാൻ പറ്റത്തില്ല. അച്ഛന്റെ അടയാളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അടയാളമുണ്ട്. അച്ഛന്റെ വയറിന്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോളുണ്ട്. അയ്യോ പൊക്കിള്, അതെല്ലാവർക്കും ഉള്ളതല്ലേ? അയ്യോ അതല്ല, അതിന്റെ തൊട്ട് മുകളിലായിട്ട് പണ്ട് കീ ഹോൾ സർജറി ചെയ്തിരുന്ന ചെറിയൊരു ഹോളുണ്ട്. ആ ഹോൾ ഇതുവരെ അടച്ചില്ലേ? ഇല്ല, കീ അവരുടെ അടുത്തല്ലേ. എടാ, അച്ഛന്റെ ഫോട്ടോ വല്ലോ ഉണ്ട്? അച്ഛന്റെ ഫോട്ടോ കൊണ്ടുവന്നു. അന്ന് കാണിച്ചു. ഇതാണ് അച്ഛൻ. ആയിരിക്കും. ഇതെന്നാണ് നിന്റെ അച്ഛന്റെ വായിൽ കീ ഹോൾ ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഇതേ കീ ഹോൾ ചെയ്തതല്ല. എന്റെ അച്ഛൻ ഈ ഫോട്ടോയിൽ എങ്ങനെ ചിരിച്ചിരിക്കണെന്നറിയാമോ? ഇങ്ങനെ. അപ്പൊ ഈ ചിരിച്ച ഫോട്ടോ ചെമരയിൽ വെക്കുമ്പോ രാത്രിയാവുമ്പോ എലി വരും. അപ്പൊ തേങ്ങാപ്പൂട് വെച്ചേക്കെന്ന് പറയും ഈ ഭാഗം മാത്രം കറണ്ട് എടുത്തിട്ട് പോകും. അതിന്റെ ഒരു ഓട്ടയത്, അല്ലാതെ വേറൊന്നുമല്ല. അച്ഛൻ എങ്ങനെയാടാ മരിച്ചത്? അച്ഛൻ ഇപ്പോഴും മരിച്ചോ ഇല്ലെന്നൊന്നും ഇപ്പോഴും അറിഞ്ഞൂടാ. അതെന്നെ? അത് പറഞ്ഞു കേട്ടതാണ് കേട്ടാ. കേട്ടത് പറഞ്ഞാ മതി. അന്ന് ഞാൻ കൈക്കുഞ്ഞാണല്ലോ. എന്ത് കഴിക്കുമായിരുന്നു? അയ്യോ, കഴിക്കുന്നല്ല, അന്ന് ഞാൻ കൈക്കുഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു കേട്ടതാണ് കേട്ടാ. കേട്ടത് പറഞ്ഞാ മതി. അപ്പൊ അന്ന് അച്ഛൻ നാട് വിട്ടു പോയതാണ്. 30 വർഷം ഇതുവരെ വന്നിട്ടില്ല. അയ്യോ, അപ്പൊ ഒത്തിരി ദൂരം അങ്ങ് പോയി കാണുമല്ലോ. പക്ഷെ നടന്നു പോകാൻ വഴിയില്ല. അതെന്നാ? അച്ഛന്റെ കാലുമ്പോ വെബ് സീരീസ് കിടക്കല്ലേ. എത്രാമത്തെ എപ്പിസോഡ്? ഈ എപ്പിസോഡല്ല, ഈ ഞരമ്പ് കടിച്ചു കിടക്കൂലേ. വെബ് സീരീസ് അല്ല, വെരിക്കോസ് വെയിൻ. മാർക്കോസ് വെയിനാണോ സണ്ണി വെയിനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ബോഡി വീട്ടിൽ കൊണ്ടുപോയി തേപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ അയ്യേ എന്ന് പറയാത്ത രീതിയിൽ ഒരു മേനുള്ള ഒരു ബോഡി വന്നു വിടണം. നിന്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നത്? അച്ഛൻ നീ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന പറഞ്ഞത്. എന്നിട്ടാണ് ഇവൻ മെനയുള്ള ബോഡിയും തിരക്കി വന്നേക്കണത്. ചേട്ടാ, എങ്ങനെയെങ്കിലും ഒരു ബോഡി ഞാൻ എടാ, അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടുന്ന് ബോഡി ഒന്നും കൊടുത്തു വിടാം. അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനൊരു കാര്യം, എന്റെ കയ്യിൽ ഇപ്പൊ ഇതുള്ളു. ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തന്നേക്കാം. ഇത് എത്ര ഉണ്ടാ നോക്കട്ടെ. ഇതൊരെണ്ണുള്ളൂ. എന്തായാലും നീ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ബോഡി ഞാൻ സെറ്റ് ചെയ്തൊക്കെ തരാം. കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ നിസാര കാര്യത്തിന് എന്റെ അടുത്ത് ഫോർമാലിറ്റി കാണിക്കല്ലേ. അതല്ലടാ, നീ ഇങ്ങോട്ട് വന്നതേ ഈ ഫോമിലൊന്ന് ഒപ്പ് ചെയ്യണം. ഒപ്പിടണോ? തമ്പടിച്ചാ പോരെ? തമ്പടിക്കാൻ നീ എന്നെ തെരുവ് സർക്കസിന് വന്നാണ്. അയ്യോ, ആ തമ്പടിയല്ല, ഇത് വെച്ചാ മതി. എടുക്കട്ടെ. അടിച്ചോ. തമ്പടി കള്ളി. അയ്യോ പാവം. ഇതെങ്കിലും എനിക്ക് ബോഡി തന്നെ സഞ്ചയനക്കാട് വരെ അടിച്ചു വെച്ചാക്കുക. അയ്യോ, എടാ ഇതാ ഡേറ്റും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലല്ലോ. ബോഡി തന്നിട്ടില്ലല്ലോ. എന്തിനാണ് എഴുതി വെച്ചേക്കണത്? പ്രസവ സമേത ബന്ധുമിത്രാദികൾ. പ്രസവ സമേതമല്ല, വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അത് ഇതിന്റെ അടിയിൽ അങ്ങനെ എഴുതുക. എന്നിട്ട് ബന്ധുമിത്രാദികൾ എന്ത്? ബന്ധുമിത്രാദികളല്ലേ അവിടെ വ്യസനിച്ചിരിക്കണത്. ഹലോ എടാ ബെൻസ്. ബെൻസല്ല, പാണ്ടിലോറി റൂട്ട് മാറിപ്പോയല്ല. അയ്യോ, തുടരും കേറി. അയ്യോ, നല്ല വേദന ഉണ്ടാവൂല. തുടയും കീറിയെന്ന് പറഞ്ഞു. എന്തായാലും നിനക്ക് ആ 8ാം ബ്ലോക്കിൽ കിടക്കുന്ന ബോഡി നീ കൊണ്ടുപോയിക്കോ. ഓ ചേട്ടാ, ചേട്ടൻ നല്ല മനസ്സിൽ. ഹലോ, അമ്മേ. അച്ഛൻ വന്നാ പോകാൻ പറയാൻ കിടക്കില്ല. ഞാനിവിടെ ഒരു മേലെയുള്ള ബോഡി സെറ്റ് ചെയ്ത് വെച്ചാൽ ഇൻഷുറൻസ് കിട്ടണ്ടേ. ആ സമയത്ത് വലിഞ്ഞു കയറി വന്നാക്കിയതാ. പിന്നെ നാട് വിട്ടുപോയി അച്ഛൻ വീട്ടിൽ വന്ന്. അപ്പൊ നമുക്ക് 8ാം ബ്ലോക്കിൽ അത് വേണ്ട, ബോഡി വേണ്ട. അപ്പൊ എന്റെ മാല തരത്തില്ല. എടാ, നീ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും നിന്റെ അച്ഛന്റെ ബോഡി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒപ്പിട്ടോ. അപ്പൊ ഇന്ന് തൊട്ട് അതാണ് നിന്റെ അച്ഛൻ. എടുത്തോട്ട് പോയേ. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ എന്റെ ഒറിജിനൽ അച്ഛൻ എന്ത് ചെയ്യും? എടാ, നിന്റെ അച്ഛന്റെ ഫോട്ടോ എങ്ങനെയായിരുന്നു?
ഇങ്ങനെ ആ ഫോട്ടോ വെച്ചേക്കണത് അങ്ങോട്ട് മാറ്റിയിട്ട് നിന്റെ അച്ഛനെ കയറ്റി അതേ ഒട്ടിക്ക്. എന്തിന് ബാക്കിയല്ല ഈ എലി വന്ന് ചെയ്തോളൂടാ. അച്ഛാ. അച്ഛാ. ഗംഭീര ഒരു സ്കിറ്റ് ആയിരുന്നു നമ്മളിപ്പോ കണ്ട് അടിപൊളി, അടിപൊളി. അല്ലെ? അതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു തോണ്ടൽ കണ്ടായിരുന്നല്ലോ. ജോമോനും ലൊക്കേഷനിൽ ഇതുപോലെ എന്തെങ്കിലും ഫൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? നോബിച്ചേട്ടന്റെ ഒക്കെ കൗണ്ടർ ഒക്കെയാണ് നമുക്ക് എപ്പോഴും ലൊക്കേഷനിൽ ഫണ്ണ് എപ്പോഴും. അയ്യോ ഇവിടെ അത് ഫണ്ണൊന്നും അല്ല. അല്ല അവിടെയും അങ്ങനൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് വേറെ സംഭവം പറഞ്ഞാൽ നമ്മുടെ ആ ലൊക്കേഷൻ മരണ വീടാണ്. അതെ, ഷിജുവിന്റെ ഒരു സീൻ പറയാം, മറ്റേ വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞ എത്ര ടേക്ക് എടുത്തു? എത്ര ടേക്ക് എടുത്തു? 2 ടേക്ക്. 2 takes, that's it. നോബിച്ചേട്ടൻ എന്തോരം ടേക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാം? എത്ര എടുത്തിട്ടുണ്ട്? അതൊന്നും പറഞ്ഞില്ല, ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ സീനിയർ ആർട്ടിസ്റ്റുകള് അവസാനം പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു വാഴയെന്നൊന്ന് മാറ്റി എല്ലാ പടത്തിലും സെയിം ഇടല്ലേ. അവസാനം അല്ലല്ല ഞാൻ പറയാം, അതിനകത്ത് വെള്ളം ഒഴിച്ചോണ്ടാണ് സീനില്ലേ ഒരു ടേക്ക് എടുത്ത് 2 ടേക്ക് എടുത്ത്. അപ്പൊ ഈ ആ വീട്ടിലെ അമ്മച്ചി അതിനകത്ത് അഭിനയിക്കാറുണ്ട്. അമ്മച്ചോണ്ട് മതിയുടെ ആ കിണറ്റില് വെള്ളം തീരൂടെ, അവനെ ശരിയാക്കിയില്ലെങ്കിൽ വേറെ ആളിനെ എടുക്കാൻ. അവര് വിചാരിച്ച പെട്ടെന്ന് ഒരാളിനെ വെച്ച് കഴിയാന്ന് വിചാരിച്ചു. ആ അടിച്ച കൗണ്ടർ കിണറ്റിങ്കരെ കിടപ്പുണ്ട്. ഈ ഒരു കൗണ്ടർ പഞ്ചാണ് നമ്മൾ ഇവിടെ നിർത്തുന്നു. അല്ല അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത്. അയ്യോ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞോ? ഇനി ഒന്നും പറഞ്ഞിട്ടല്ല, നിങ്ങൾ ചത്തു. ഇവിടെ കുറെ കൗണ്ടറുകൾ ഇതാ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കമ്മിങ് ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സിൽ പറയുകയാണെങ്കിൽ ശ്വേത ചേച്ചി ഇവരുടെ പെർഫോമൻസിൽ എത്രത്തോളം എൻജോയ് ചെയ്തു, ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നൊക്കെ നമുക്ക് നോക്കണം. നന്നായി സൂപ്പർ പെർഫോമൻസ് ആണ്. ആണ്. അപ്പൊ നമുക്ക് നേരെ ബാറ്ററി ചാർജ് ബാറ്ററി ചാർജിലേക്ക് പോവാം. ഈ പ്രവീൺ സ്കിറ്റുകൾ ഇവ കറക്റ്റ് രാജമ്പി. ഓ ഫിഗർ. എടാ നിനക്കൊരപ്പം വേണമെങ്കിൽ നീ ആ പേപ്പർ ഒപ്പിട്ടതാ. അതാരാ നോബിച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞ? അയ്യോ ഞാൻ എവിടുന്നുണ്ട് ഈ പന്നി? ഷാരുഹാസൻ കമൽഹാസൻ വീണ്ടും നോവിച്ചേട്ടൻ ചത്തിരിക്കുകയാണ്. വീണ്ടും ചത്തിരിക്കുകയാണ്. എന്റെ അണ്ണൻ ആ ലൊക്കേഷനിൽ നല്ല വിലയായിരുന്നു. ഞാനല്ല ഇത് എന്നെ ഉരുക്കിയിട്ടേക്കണോ. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും ഇവരുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. യെസ്, ₹42,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അടുത്ത തവണ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് 50ലേക്ക് എത്താം. യെസ്. ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ ട്രാൻസ്ഫർ ചെയ്തോളൂ. നൈസ് 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 നൈസ്. അപ്പൊ അടുത്ത തവണ കിഡിലുമായിട്ട് തിരിച്ചു വരണം, ഫുൾ പവറോടെ. ഓക്കെ.